Download now. CC Learning app. Hi, welcome to CC Plus. I am Revati Babu. ഇപ്പൊ വെക്കേഷൻ ടൈം ആണല്ലേ, അവധിയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ടൈം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും പ്രയോജനപ്പെടുത്താനും വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പൊ നമ്മുടെ ആപ്പ് അല്ലെ, നമ്മുടെ CCയുടെ ആപ്പില് ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്. കുട്ടികളുടെ ഈ ഒരു ടൈം വെറുതെ കളയാതെ അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് വരുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് നവോദയ എൻട്രൻസ് എക്സാമിന്റെ കോഴ്സ് വരുന്നുണ്ട്, സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാം, 1-to-1 ട്യൂഷൻ വരുന്നുണ്ട്. ഓരോ ലാംഗ്വേജിനും 1-to-1 ട്യൂഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് CBSE സിലബസിൽ. 10th CBSE ഓൺലൈൻ ബാച്ച് ലാംഗ്വേജ് ലേണിംഗ് മലയാളം, ഹിന്ദി, സാൻസ്ക്രിറ്റ്, ഇംഗ്ലീഷ് തുടങ്ങിയ ലാംഗ്വേജുകൾക്കാണ് കൊടുക്കുന്നത്. അപ്പോ ഈ ഒരു വെക്കേഷൻ ടൈം നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. 9496949929 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എഴുത്തുകാരെ കുറിച്ചിട്ടുള്ളതാണ്. നമ്മുടെ എഴുത്തുകാരെ കുറിച്ച് മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജിൽ നമ്മൾ ഏതൊരു എക്സാം എഴുതാൻ പോയാലും, അതിപ്പോ ക്ലാസ് ബേസ് ആയിക്കോട്ടെ അല്ലാതെ കോമ്പറ്റീറ്റീവ് എക്സാംസ് ആയിക്കോട്ടെ, എഴുത്തുകാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എഴുത്തുകാരെ കുറിച്ച് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എഴുത്തുകാരെ കുറിച്ച് എന്ന വീഡിയോയിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കുമാരനാശാനെ കുറിച്ചാണ്. കുമാരനാശാൻ ഒരുപാട് പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു വിഭാഗമാണ് എഴുത്തുകാരനെ കുറിച്ചിട്ടുള്ളത് അല്ലെ. അതിൽ കുമാരനാശാൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്കതിൽ പ്രധാനപ്പെട്ടത് മാത്രം ഈ ഒരു വീഡിയോയിൽ നോക്കാം. അപ്പൊ കുമാരനാശാനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് ആദ്യം തന്നെ നോക്കി പോകാം. ജനനം 1873 ഏപ്രിൽ 12. ജനനം 1873 ഏപ്രിൽ 12 ആണ്. അടിസ്ഥാന വിവരങ്ങളിൽ ആദ്യം തന്നെ നമ്മൾ ജനനമാണ് നോക്കിയത്. സെക്കൻഡ് എന്ന് പറയുന്ന ജന്മസ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിലാണ് അദ്ദേഹം ജനിച്ചത്. മരണം 1924 ജനുവരി 16 പല്ലനയാറ്റിൽ ഉണ്ടായ ഗ്രഡിമാർ ബോട്ട് അപകടത്തിലാണ് അദ്ദേഹം മരിച്ചത്. 1924 ജനുവരി 16 മരണപ്പെട്ടത്. ഗുരു ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തിന്റെ ഗുരു എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. പദവികൾ SNDP യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ നോക്കിയത് കുമാരനാശാനെ കുറിച്ചിട്ടുള്ളത്. പ്രധാന കൃതികൾ, അതിന്റെ പ്രത്യേകതകൾ എന്നിവയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീണപൂവ് 1907 കുമാരനാശാന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൃതിയാണല്ലേ വീണപൂവ് എന്ന് പറയുന്നത്. വീണപൂവ് 1907. അപ്പൊ വീണപൂവ് എന്ന കൃതി ആരാണ് രചിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് കുമാരനാശാനാണെന്ന്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ് ഏത്? വീണപൂവ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ് വീണപൂവ് എന്ന് പറയുന്നത്. കുമാരനാശാന്റേതാണ്. 1907. നെക്സ്റ്റ് നളിനി. നളിനിയും കുമാരനാശാന്റെ കൃതിയാണ്. പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഉപശീർഷകം ഒരു സ്നേഹം, ഉപശീർഷകം ഒരു സ്നേഹം എന്നതാണ്. നെക്സ്റ്റ് ലീല. അപ്പോ വീണപൂവ്, നളിനി, ലീല ഇതെല്ലാം കുമാരനാശാന്റേതാണ്. കുമാരനാശാൻ എന്ന എഴുത്തുകാരൻ്റെതാണ്. ലീല, മദനനും ലീലയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ആ ഒരു കൃതിയിലെ പ്രത്യേകതയാണ് മദനൻ, ലീല എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. നമ്മൾ ഈ ഓരോ കൃതിയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ആൻസേഴ്സ് ആണ് ഇവിടെ പ്രത്യേകതകളായിട്ട് കൊടുത്തേക്കുന്നത്. നമ്മളോട് മിക്കപ്പോഴും ചോദിക്കാറുണ്ട് ഈ ഒരു കൃതിയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം, ഈ ഒരു കൃതി രചിച്ചതാര് അല്ലെ, കഥാപാത്രങ്ങളുടെ പേര് ഏതെല്ലാം, അല്ലെങ്കിൽ മദനനും ലീലയും കുമാരനാശാന്റെ ഏത് കൃതിയിൽ പെട്ടവരാണ്, അല്ലെങ്കിൽ ഏത് കൃതിയിലുള്ളവരാണെന്നൊക്കെ ചോദിക്കും. അപ്പൊ ലീല എന്ന് പറയുന്ന കൃതിയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് മദനനും ലീലയും. കരുണ കുമാരനാശാന്റേതാണ്. വാസവദത്തയും ഉപഗുപ്തനും കഥാപാത്രങ്ങൾ. ആശാന്റെ അവസാന കൃതിയാണ് ഏത്? കരുണ എന്ന് പറയുന്നത്. കരുണ അവസാന കൃതിയാണ് കരുണ. വാസവദത്ത, ഉപഗുപ്തൻ എന്നിവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളാണ്. ചണ്ടാല ഭിക്ഷുകി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുമാരനാശാന്റെ കൃതിയാണ് ചണ്ടാല ഭിക്ഷുകി. ചണ്ടാല ഭിക്ഷു എന്ന് അതുകൊണ്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ചണ്ടാല ഭിക്ഷുകി കുമാരനാശാന്റേതാണ്.
ജാതി വ്യവസ്ഥക്കെതിരായ പോരാട്ടമാണ് ഈ ഒരു കൃതിയിലൂടെ അദ്ദേഹം അറിയിക്കുന്നത്. ജാതി വ്യവസ്ഥക്കെതിരായ പോരാട്ടം. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന വരി ഇതിലേതാണ്? അപ്പോ വരിയും കൂടി മനസ്സിലാക്കി വെക്കുക. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന വരികൾ ചണ്ടാല ഭിക്ഷുകി എന്ന കുമാരനാശാന്റെ കൃതിയിലേതാണ്. ജാതി വ്യവസ്ഥക്കെതിരായ പോരാട്ടമാണ് ആ കൃതിയിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ കുമാരനാശാന്റെ കൃതികളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ദുരവസ്ഥ, കരുണ, ദുരവസ്ഥ, ലീല, നളിനി, ഇതെല്ലാം തന്നെ കുമാരനാശാന്റെ കൃതികളാണ്. മലബാർ ലഹളയുടെ പശ്ചാത്തലത്തിൽ രചിച്ചത്. ചാത്തനും സാവിത്രിയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. ചാത്തൻ, സാവിത്രി എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ. മലബാർ ലഹളയുടെ പശ്ചാത്തലത്തിൽ രചിച്ചത്. അപ്പൊ മലബാർ ലഹളയുടെ പശ്ചാത്തലത്തിൽ രചിച്ച കുമാരനാശാന്റെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? ദുരവസ്ഥയാണ്. ദുരവസ്ഥ. നെക്സ്റ്റ് പ്രരോദനം. പ്രരോദനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ്. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ ദുഃഖിച്ചെഴുതിയ വിലാപകാവ്യമാണ് പ്രരോദനം. അപ്പൊ തന്നെ മനസ്സിലാക്കേണ്ടത് ഇതൊരു വിലാപകാവ്യമാണെന്നാണ്. കുമാരനാശാന്റെ പ്രരോദനം എന്ന് പറയുന്ന കൃതി ഒരു വിലാപകാവ്യമാണ്. വിലാപകാവ്യം. ആരെ കുറിച്ചിട്ടുള്ള വിലാപമാണ്? AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ ദുഃഖിച്ചെഴുതിയ വിലാപകാവ്യമാണ് പ്രരോദനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ നോക്കി പോകാം. വീണപൂവ് ആദ്യത്തെ നമ്മളിപ്പോ നോക്കിയ ഓരോ കൃതികളും ഒന്നുകൂടി നോക്കി പോവാണ്. എല്ലാവരും ഇപ്പൊ തന്നെ ബൈഹാർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓരോ എക്സാമിനും, ഓരോ കോമ്പറ്റീറ്റീവ് എക്സാമിന് പോലും ചോദിക്കുന്നതാണ് ഇതെല്ലാം. വീണപൂവ് കുമാരനാശാൻ, നളിനി കുമാരനാശാന്റേതാണ്. അതുപോലെ തന്നെ ലീല കുമാരനാശാന്റെ കൃതിയാണ്. കരുണ, അതേപോലെ ചണ്ടാല ഭിക്ഷുകി, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ചണ്ടാല ഭിക്ഷു എന്നും വിളിക്കാറുണ്ട്. ദുരവസ്ഥ, പ്രരോദനം, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. അപ്പൊ പ്രരോദനം വരെയാണ് നമ്മൾ നോക്കിയത് പ്രധാന കൃതികള്. ആ കൃതികളുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ അല്ലെ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രത്യേകതകളാണ് നമ്മൾ നോക്കിയത്. കഥാപാത്രങ്ങള്, ആ കൃതി ഏത് രീതിയിലുള്ള, ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്, അതിലെ കഥാപാത്രങ്ങൾ, അതിന്റെ പ്രത്യേകത, അതെല്ലാം നമ്മൾ നോക്കി. ഇനി പ്രധാന വിശേഷണങ്ങളാണ് നോക്കുന്നത് കുമാരനാശാന്റെ. സ്നേഹത്തെ കുറിച്ച് പാടിയ കവി. കുമാരനാശാനെ സ്നേഹഗായകൻ എന്നതുകൊണ്ടാണ് വിളിക്കുന്നത്. സ്നേഹഗായകൻ എന്ന വിശേഷണം അദ്ദേഹത്തിനുണ്ട്. സ്നേഹത്തെ കുറിച്ച് പാടിയ കവി. വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചു. വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. സ്നേഹത്തെ കുറിച്ച് പാടിയ കവി എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്നേഹഗായകൻ എന്ന പേരില് വിളിക്കുന്നു. ആശയ ഗംഭീരൻ എന്ന് ഉള്ളൂർ വിശേഷിപ്പിച്ചു. അപ്പൊ ജോസഫ് മുണ്ടശ്ശേരി വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചപ്പോൾ ഉള്ളൂർ ആശയ ഗംഭീരൻ എന്നാണ് വിശേഷിപ്പിച്ചത്. മഹാകവി, മഹാകവി എന്ന പേരിലും പ്രശസ്തനാണ്. പക്ഷെ അദ്ദേഹം ഒരു മഹാകാവ്യം പോലും രചിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് മഹാകാവ്യം എഴുതാതെ മഹാകവി പട്ടം ലഭിച്ച കവി. മഹാകാവ്യം എഴുതാതെ, ആദ്യമായി മഹാകാവ്യം എഴുതാതെ മഹാകവിയായി മാറിയ വ്യക്തിയാണ് കുമാരനാശാൻ. അപ്പോ മഹാകവി 1922 മദ്രാസ് സർവകലാശാല ആശാന് പട്ടും വളയും നൽകി ഈ ബഹുമതി നൽകി. മഹാകാവ്യങ്ങൾ ഒന്നും തന്നെ രചിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹം ഏത് രീതിയിൽ അറിയപ്പെട്ടു? മഹാകവി എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പൊ മഹാകാവ്യങ്ങൾ ഒന്നും തന്നെ എഴുതാതെ മഹാകവി എന്ന പേരിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ കുമാരനാശാനാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. വിശേഷണങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഓർത്തിരിക്കേണ്ട അദ്ദേഹത്തിന്റെ വരികൾ. ആദ്യത്തെ വരി എന്ന് പറയുന്നത് നളിനിയിലെ വരികളാണ്. നളിനി എന്ന അദ്ദേഹത്തിന്റെ കൃതിയിലെ വരികൾ. സ്നേഹമാണ് അഖില സാരമൂഴിയിൽ എന്ന വരികൾ എഴുതിയത് ആരാണ്? കുമാരനാശാനാണ്. നളിനി എന്ന കൃതിയിലെ വരികളാണ്. നെക്സ്റ്റ്, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ എന്ന വരികൾ എഴുതിയത് കുമാരനാശാനാണ്. ദുരവസ്ഥ എന്ന കൃതിയിലേതാണ്. ദുരവസ്ഥ എന്ന കൃതിയിലെ വരികളാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ എന്ന വരികൾ ദുരവസ്ഥ എന്ന കൃതിയിലേതാണ് കുമാരനാശാൻ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, ഒരു ഉത്ബോധനം എന്ന കൃതിയിലെ ആശാന്റെ വരികളാണ്. അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് വരികളാണ്. മിക്ക പരീക്ഷകൾക്കും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന വരികളാണ് കുമാരനാശാന്റേത്. അപ്പൊ നളിനി, ദുരവസ്ഥ, ഒരു ഉത്ബോധനം എന്നീ കൃതികളിലെ വരികളാണ് നമ്മൾ നോക്കിയത്. അതുപോലെ ആശാന്റെ ശവകുടീരം പല്ലനയിലാണ്, ആലപ്പുഴ പല്ലനയിൽ കുമാരകോടി എന്നറിയപ്പെടുന്നു. ആശാന്റെ ശവകുടീരം കുമാരകോടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആശാന്റെ ശവകുടീരം
പല്ലനയിലാണ്, ആലപ്പുഴ ജില്ലയില്. കുമാരകോടി എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് വിവേകോദയം, കുമാരനാശാൻ സ്മാരകമാണ്. കുമാരനാശാൻ സ്മാരകമാണ് വിവേകോദയം. തിരുവനന്തപുരത്തെ കായ്ക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. ആശാൻ പത്രാധിപരായിരുന്ന മാസിക വിവേകോദയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബുദ്ധമത പ്രഭാവം, ആശാന്റെ കൃതികളിൽ കരുണ, ചണ്ടാല ഭിക്ഷുകി, ബുദ്ധമത തത്വങ്ങളുടെ വലിയ സ്വാധീനം കാണാം. ഏതിലൊക്കെയാണ്? കരുണയിലും ചണ്ടാല ഭിക്ഷുകിയിലുമെല്ലാം ബുദ്ധമത തത്വങ്ങളുടെ വലിയ സ്വാധീനം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബുദ്ധമത പ്രഭാവം കാണാൻ സാധിക്കുന്ന കൃതികളാണ് അതെല്ലാം, കരുണയും ചണ്ടാല ഭിക്ഷുകിയും എല്ലാം. അപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് കുമാരനാശാനെ കുറിച്ചിട്ടാണ് അല്ലെ? കുമാരനാശാനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. കുമാരനാശാനെ കുറിച്ച് എക്സാമിന് ചോദിക്കാവുന്ന മിക്ക കാര്യങ്ങളും നമ്മൾ നോക്കി. പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തു. ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിലൊക്കെ അത് കമന്റിലൊക്കെ നിങ്ങൾ അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യുക. വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ കളരി ട്യൂഷൻ മലയാളം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 1-to-1 ട്യൂഷൻ. കളരി 1-to-1 ട്യൂഷൻ എന്ന് പറയുന്ന മലയാളം കോച്ചിങ് ആണ്. കുട്ടികൾക്ക് എല്ലാവർക്കും മലയാളം ലാംഗ്വേജ് വളരെ പ്രയാസകരമായിരിക്കും ഇപ്പോൾ ചിലപ്പോൾ അല്ലെ? പ്രത്യേകിച്ച് CBSE കുട്ടികൾക്ക്, മലയാളം ബേസിക് കിട്ടാത്ത കുട്ടികൾക്കൊക്കെ ആ ഒരു ലാംഗ്വേജ് കുറച്ച് കൂടുതലായിട്ടും പ്രശ്നമായിരിക്കും. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മലയാളം 1-to-1 ട്യൂഷൻ എന്ന് പറയുന്നത്, കളരി. അപ്പോൾ ഈ ഒരു ട്യൂഷനിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർ ഈ ഒരു വെക്കേഷൻ കാലത്ത്, ഈ ഒരു വെക്കേഷൻ ടൈമിൽ അല്ലെ, വെക്കേഷൻ ആണ്, ഇപ്പോ അവധിയാണ്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ടൈമാണ്. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. 9496949929 എന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. ബാക്കി വിവരങ്ങളെല്ലാം അറിയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയ എഴുത്തുകാരൻ എന്ന് പറയുന്നത് കുമാരനാശാനാണ്. അതുപോലെ ഓരോ എഴുത്തുകാരെ കുറിച്ചിട്ട് നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കണം. ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്